പണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചാത്തനേറുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ വന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പ്രായമായ ഒരു അമ്മയും കൊച്ചുമോനും മാത്രമാണ്. ഇപ്പൊ 7 ഏർ വന്നു. ഇപ്പൊ 7 ഏർ ഇന്നിപ്പോ സംഭവിച്ചു. പ്രദേശവാസികൾക്കൊന്നും ഉറക്കമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പം സമയം ഏകദേശം 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ മൊത്തം ഇവിടെ ഉണ്ട്. ഈ കല്ല് എവിടുന്നാണ് വരുന്നതെന്ന് അറിയാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആളിരിക്കുവാണ്. കുറെ ആൾക്കാർ ചാത്തനേർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ ചാത്തൻ എറിയുന്നുണ്ടെന്നാണ് പറയുന്നത്. അവിടെയുള്ള ആൾക്കാരിലൊക്കെ ബഹുഭൂരിപക്ഷം പറയുന്നത് ഇത് ചാത്തനൊന്നുമല്ല, മനുഷ്യരാകാണ്ട് എറിയുന്നതാണെന്നാണ്. അങ്ങനെയാണ്. പക്ഷെ അവരെല്ലാം വളരെ വിഷമത്തോടെയാണ് അത് പറയുന്നത്. കാരണം വെച്ചാൽ യഥാർത്ഥത്തിൽ ചാത്തൻ ഉണ്ടായിരുന്നെങ്കിൽ, ആ ചാത്തൻ എറിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ് ഒരുപാട് പേര്. കാരണം പഴയകാല ചാത്തൻ, കാളി ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവം, പിശാച്, പ്രേതങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലുമിനാറ്റിയോ അല്ലെങ്കിൽ ഏലിയൻസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു, എന്ത് ബഹുരസമായിരുന്നു. ആ ഒരു ക്യൂരിയോസിറ്റിയിലൊക്കെ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സന്തോഷമാണ്. ഇത് യുക്തിവാദികൾ പറയുന്ന പോലെ ഒന്നുമില്ല, ദൈവമില്ല, പ്രേതമില്ല, ചാത്തനില്ല, കാളിയില്ല, ഏലിയൻസും ഇല്ല, ഒരു ഇലുമിനാറ്റി ഇല്ല, ഒരു പിണ്ണാക്കും ഇല്ല. പിന്നെ എന്ത് ത്രില്ലാണ് ജീവിതത്തിൽ? എന്തെങ്കിലും ത്രില്ലുണ്ടോ? ഒരു ത്രില്ലും ഇല്ലാണ്ട് വെറുതെ ജോലിക്ക് പോവുക, ജീവിക്കുക, കുട്ടികളെ ഉണ്ടാക്കുക, അവരുടെ സന്തോഷം കാണുക. ഇങ്ങനെ ജീവിച്ച് മരിച്ചിട്ട് എന്ത് കാര്യം? ഇതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിച്ച് അതിനെ പ്രതീക്ഷിച്ച് ആ ഒരു ഹോപ്പോട് കൂടി, ആ ഒരു സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനങ്ങളാണ്. അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല സുഹൃത്തുക്കളെ. അതാണ് ഈ യുക്തിവാദികൾ എന്തൊക്കെ പറഞ്ഞാലും യുക്തിവാദം അല്ലെങ്കിൽ ഈ സാധനങ്ങളൊന്നും വിജയിക്കാത്തതും ജനങ്ങളുടെ ക്യൂരിയോസിറ്റി കൂടുന്നതും ജനങ്ങൾ യുക്തിവാദികളെ തള്ളി ഈ ഒരു കാര്യത്തിലോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. ശാസ്ത്രം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ക്യൂരിയോസിറ്റി വേണം.